എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് പ്ലൈവുഡിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തൊക്കെ തരം പ്ലൈവുഡുകളുണ്ട്, എങ്ങനെയൊക്കെയാണ് പ്ലൈവുഡ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ടാണ് ഈ വീഡിയോയിൽ കൂടെ ഞാൻ പരാമർശിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്ലൈവുഡ് നമുക്കറിയാം, ഞാൻ മുമ്പ് പറഞ്ഞിട്ട് യോജിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന 10, 11, 12 18mm പ്ലൈ ആണെങ്കിൽ 12 ലെയർ, 10 ലെയർ വരെയുള്ള പല ലെയറുകൾ ക്രോസ് ആയിട്ട് മൾട്ടി ക്രോസ് ആയിട്ട് കംപ്രസ് ചെയ്തെടുക്കുന്നതാണ്. അതിൻ്റെ പ്രത്യേകതരം ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടുള്ള ലെയറിങ് ഉള്ള ഒരു സ്ലാബാണ് പ്ലൈവുഡ് എന്ന് പറയുന്നത്. പല തിക്നെസ്സിലുണ്ട്. എൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 3 mm മുതൽ ഏകദേശം 50 mm വരെയുള്ള, അതായത് 3 mm, 6 mm, 8 mm, 10 mm, 12 mm, 15 mm, 16 mm, 18 mm, 19 mm, അതിൽ 22 mm, 25 mm, 30 mm, 40 mm, 50 mm അങ്ങനെയൊക്കെയുള്ള പല തിക്നെസ്സുകളിൽ ഈ പ്ലൈവുഡ് അവൈലബിളാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4x8 ഉണ്ട്, അതുപോലെ 3x6 ഉണ്ട്, 6x8 അവൈലബിളാണ്. ചിലത് 6x10 വരെയുള്ള സൈസിലുള്ള പ്ലൈവുഡുകൾ അവൈലബിളാണ്. പ്രധാനമായിട്ടും നമ്മൾ ഫർണിച്ചറിന് വേണ്ടി ഉപയോഗിക്കുന്ന തിക്നെസ് എന്ന് പറയുന്നത് 8 mm ഉണ്ട്, അതുപോലെ 10 mm, 12 mm, 6 mm, അതുപോലെ 16 mm, 18 mm, 19 mm, അതുപോലെ 25 mm. ഇത്രയും തിക്നെസ്സിലുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ ഫർണിച്ചർ വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ. പ്ലൈവുഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 18 mm തിക്നെസ്സിലുള്ള ബോർഡ് ഏകദേശം ഒരു 27 കിലോ മുതൽ ഏകദേശം 46 കിലോ വരെയുള്ള വെയിറ്റ് ഒരു ബോർഡിന് ഉണ്ടാകും. അപ്പം ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റ് പ്ലൈവുഡിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 800 ഗ്രാം മുതൽ 1.5 കിലോ വരെയുള്ള വെയിറ്റുള്ള, അതായത് അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലിനനുസരിച്ചും അതിൻ്റെ ഗ്രേഡിനനുസരിച്ചും അതിൻ്റെ വെയിറ്റിൽ വ്യത്യാസം ഉണ്ടാകും. അതായത് കൂടുതൽ വെയിറ്റുള്ള ഈ കനമുള്ള പ്ലൈവുഡ് ആണെങ്കിൽ അതിനനുസരിച്ച് ക്വാളിറ്റി ഉണ്ടാവും, വിലയും കൂടുതലായിരിക്കും. പ്ലൈവുഡിൽ പ്രധാനമായിട്ട് അതിൻ്റെ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് ഞാനതിനെ ഒരു 4 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സോഫ്റ്റ് വുഡിൽ ചെയ്യുന്ന പ്ലൈവുഡ്. സോഫ്റ്റ് വുഡിൽ ചെയ്യുന്ന പ്ലൈവുഡ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ പ്ലൈവുഡ് എന്ന് പറയുന്നതാണ്. അത് ആക്ച്വലി പാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലൈവുഡാണ്. പാക്കിംഗ് എന്ന് പറഞ്ഞാൽ മെഷീനറീസൊക്കെ പാക്കിങ് ചെയ്യുന്നത്, അതുപോലെ എന്തെങ്കിലും സാധനങ്ങൾ പാക്ക് ചെയ്യാൻ ബോക്സുകളൊക്കെ ആയിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയകളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്ലൈവുഡാണ് കൊമേഴ്ഷ്യൽ പ്ലൈവുഡ്. അതിൽ സാധാരണയായിട്ട് ഫർണിച്ചർ വർക്കുകളൊക്കെ ചെയ്യാറില്ല. ചില കൊമേഴ്ഷ്യൽ ടെമ്പററി ആയിട്ട് ചെയ്യുന്ന വർക്കുകളൊക്കെ വേണമെങ്കിൽ ചെയ്യാവുന്നതുമാണ്. അതിൽ നല്ല ഗ്രേഡ് പ്ലൈവുഡൊക്കെ ഉണ്ടെങ്കിൽ. അതിൻ്റെ പോരായ്മ എന്ന് പറയുന്നത് അത് പെട്ടെന്ന് ബെൻഡാവാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ മോയിസ്ചറിൻ്റെ പ്രോബ്ലം ഉണ്ടാകും. സോഫ്റ്റ് വുഡ് ആയതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല. പിന്നെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കലുകൾ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻ പ്രകാരമുള്ളതായിരിക്കില്ല. അപ്പോൾ ചെതൽ പിടിക്കാനോ കുത്തിപ്പോകാനോ ഒക്കെയുള്ള സാധ്യതകൾ അങ്ങനെയുള്ള സോഫ്റ്റ് വുഡ് പ്ലൈവുഡുകളിൽ ഉണ്ടാവും. അത് ISIയുടെ സ്റ്റാൻഡേർഡിലൊന്നും ആയിരിക്കില്ല അത് ചെയ്തിരിക്കുന്നു. അതിന് തീരെ വില കുറവായിരിക്കും. ഏകദേശം 29 രൂപ മുതലുള്ള പ്ലൈവുഡുകൾ മാർക്കറ്റിൽ അവൈലബിളാണ്. രണ്ടാമത് ഹാർഡ് വുഡ് പ്ലൈവുഡ് എന്ന് പറയുന്ന വുഡ് വിഭാഗത്തിൽപ്പെടുന്ന പ്ലൈ ആണ്. അത് കുറച്ചുകൂടി നല്ല ഫർണിച്ചറിനൊക്കെ ഉപയോഗിക്കുന്ന അല്പം കൂടി നല്ല ഗ്രേഡുള്ള പ്ലൈവുഡിൽ ചെയ്തിരിക്കുന്നതായിരിക്കും. അതിൽ
ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലൂ, അതായത് ഞാൻ പറഞ്ഞല്ലോ പ്ലൈ ലെയറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗ്ലൂ കുറച്ചുകൂടെ നല്ല ബലമുള്ളതായിരിക്കും, ഈട് നിൽക്കുന്നതായിരിക്കും. പെട്ടെന്നൊന്നും ഒരു നനവൊക്കെ അടിച്ചാലും അതിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും വരാത്ത ടൈപ്പ് ആയിരിക്കും. ഉപയോഗിച്ചിരിക്കുന്ന മരമാണെങ്കിലും കുറച്ചുകൂടി നല്ല മരമായിരിക്കും, കുറച്ചുകൂടി മൂത്ത മരമായിരിക്കും, സീസൺ ചെയ്ത മരമായിരിക്കും. അപ്പം അതുകൊണ്ട് അത് കുറച്ചുകൂടി വിലയും കൂടുതലായിരിക്കും. നമുക്ക് ഫർണിച്ചറുകളോ അതുപോലെയുള്ള ക്യാബിനറ്റുകളോ യൂണിറ്റുകളൊക്കെ ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടായിരിക്കുകയില്ല. അതാണ് ഈ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാറ്റഗറി. മൂന്നാമത്തെ തന്നെ പ്രീ ലാമിനേറ്റഡ് പ്ലൈവുഡ്. അതൊരു കൂടുതലായിട്ട് ഇപ്പോൾ ഈ സമയത്ത് അവൈലബിളാണ്. മുമ്പൊന്നും ഇത്ര അവൈലബിൾ അല്ലായിരുന്നു. പ്രീ ലാമിനേറ്റഡ് പ്ലൈവുഡ് എന്ന് പറയുന്നത് അതിലൊരു സൈഡ് കളറുള്ള ലാമിനേഷൻ ഫിനിഷ് ഓൾറെഡി ഫാക്ടറിയിൽ നിന്ന് മോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു ഭാഗത്ത് ലാമിനേഷൻ്റെ ഒരു കോർ കൂടി ഉണ്ടാവും. ഒരു സൈഡ് അതിൻ്റെ ഉള്ളിൽ സാധാരണ വൈറ്റോ അല്ലെങ്കിൽ അകത്തെ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന വിവിധതരം മെറ്റീരിയലുകളായിരിക്കും അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക. അതായത് ലൈനർ എന്ന് പറയുന്ന ഫാബ്രിക് ഡിസൈനുകളോ ഗ്രേയോ ബേജ് കളറുകളിലൊക്കെ ഉൾപ്പെടുന്ന മെറ്റീരിയലുകളായിരിക്കും അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നാലാമത്തെ കാറ്റഗറിയാണ് വാട്ടർ പ്രൂഫ് പ്ലൈവുഡ് എന്ന് പറയുന്നത്. അത് കൂടുതലായിട്ടും കിച്ചൺ പോലെയുള്ള സ്ഥലങ്ങളിൽ, അത് വെറ്റ് ഏരിയയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലൈവുഡായിരിക്കും. അത് വില കൂടുതലായിരിക്കും. അത് ശരിക്കും ഗർജൻ വുഡ്, അതായത് ഏറ്റവും നല്ല മരം ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും ഹാർഡായിട്ടുള്ള മരം ഉപയോഗിച്ചുകൊണ്ട്, ഫർണിച്ചറൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും നിലവാരമുള്ള മരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്ലൈവുഡാണത്. അത് ആണ് ശരിക്കും കിച്ചണുകളും അതുപോലെയുള്ള കൂടുതൽ കാലം ഈട് നിൽക്കേണ്ട ഫർണിച്ചറുകൾ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കേണ്ടതായിരിക്കുന്ന പ്ലൈവുഡ്. അതിലുപയോഗിക്കുന്ന വാട്ടർ പ്രൂഫ് അഡ്ഹസീവുകളായിരിക്കും അതിനു വേണ്ടിയിട്ട് ഈ കോറുകളെ യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അത് 10-12 ലെയറുകളെ ഈ ഹീറ്റിംഗ് പ്രോസസ്സിലൂടെ ചെയ്തുണ്ടാക്കുന്ന പ്ലൈവുഡാണ് ഈ വാട്ടർ പ്രൂഫ് പ്ലൈവുഡ്. പ്ലൈവുഡിൽ പ്രധാനമായിട്ട് നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ കാണുന്ന അതിനുള്ള ക്വാളിറ്റിയുടെ സ്പെസിഫിക്കേഷനുകൾ ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇനി പറയുന്നത്. ISI സ്റ്റാൻഡേർഡ് പ്രകാരം 303 എന്നൊരു ക്വാളിറ്റി ഉണ്ട്. അത് MR ഗ്രേഡും അതിലുൾപ്പെടും. MR ഗ്രേഡ് എന്ന് പറഞ്ഞാൽ മോയിസ്ചർ റെസിസ്റ്റൻ്റ് എന്നാണ്. പലപ്പോഴും കച്ചവടക്കാർ വാങ്ങാൻ പോകുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. MR ഗ്രേഡ് എന്ന് പറയുന്നത് മോയിസ്ചർ റെസിസ്റ്റൻ്റ് മാത്രമാണ്, അതൊരു മറൈൻ ഗ്രേഡ് അല്ല. അത് പ്രത്യേകം ഓർക്കണം. അതുപോലെ MR ഗ്രേഡാണ് ഈ പറഞ്ഞ ഹാർഡ് വുഡും ഗർജൻ വുഡും അതിൽ ഉൾപ്പെടുന്നതാണ്. അതിൽ വാട്ടർ പ്രൂഫ് അഡ്ഹസീവ് ഉപയോഗിക്കാത്ത MR ഗ്രേഡിലുള്ള മോയ്സ്ചർ റെസിസ്റ്റൻ്റ് ഗ്രേഡിലുള്ള അഡ്ഹസീവുകളൊക്കെ ഉപയോഗിക്കുന്ന പ്ലൈവുഡാണ് MR ഗ്രേഡിലുള്ളത്. അപ്പം അത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വാങ്ങാൻ. ഒറിജിനലുള്ള MR ഗ്രേഡിലുള്ള 303 MR 303 വേണം നമ്മൾ വാങ്ങാനായിട്ട്. രണ്ടാമത്തെ കാറ്റഗറിയാണ് BWP 710 ഗ്രേഡ്. BWP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോയിൽഡ് വാട്ടർ പ്രൂഫ്. അതാണ് BWP എന്ന് പറയുന്ന ഗ്രേഡ്. BWP ശരിക്കും വാട്ടർ പ്രൂഫായിരിക്കും. വെള്ളത്തിലിട്ടാൽ ഒരു നിശ്ചിത കാലത്തേക്കൊന്നും വെള്ളത്തെ ഒബ്സർവ് ചെയ്യാനുള്ള സാധ്യതയില്ല. വെള്ളം തട്ടിയാലോ വെള്ളം നിൽക്കുന്ന ഭാഗത്ത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള യൂണിറ്റുകളൊക്കെ ചെയ്താലും പെട്ടെന്നൊന്നും കേടുപിടിക്കാനുള്ള സാധ്യതകളില്ല. ഉപയോഗിച്ചിരിക്കുന്ന അഡ്ഹസീവുകളും ആ പ്രത്യേക സ്റ്റാൻഡേർഡ് പ്രകാരമുള്ള അത്രയും ബോണ്ടിങ് കപ്പാസിറ്റിയുള്ള ഗ്ലൂവോ അഡ്ഹസീവോ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പ്ലൈവുഡുകളാണ് ഏറ്റവും നിലവാരമുള്ളതും ഗുണമുള്ളതും. പല കമ്പനികളും അവരുടെ BWPയിൽ 710 ഗ്രേഡിൽ തന്നെയുള്ള പ്ലൈവുഡുകളെ പല കാറ്റഗറിയായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നല്ല വില കൂടിയ വുഡ് കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന, അതായത്
ഗർജൻ വുഡുകളിൽ തന്നെ നല്ല കോറുകളുള്ള നല്ല സ്ട്രെങ്തിങ് കപ്പാസിറ്റിയുള്ള മരം കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ഹെവി ആയിട്ടുള്ള പ്ലൈവുഡ്, ഞാൻ പറഞ്ഞുള്ള കിലോ ഏകദേശം 1.5 കിലോ വരെ അല്ലെങ്കിൽ 1.25 കിലോ വരെയുള്ള വെയിറ്റ് വരുന്ന പ്ലൈവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന പ്ലൈവുഡുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്ലൈവുഡുകളൊക്കെ അവരുടെ പല കമ്പനികളും ഗ്രീനോം, സെഞ്ചുറി, അതുപോലെ സ്റ്റാൻഡേർഡ് കമ്പനികളൊക്കെ അവർക്ക് അതിൽ തന്നെ പല കാറ്റഗറികളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല പ്ലൈവുഡുകളാണ്. സ്ക്രൂ ഗ്രിപ്പ് ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള പ്ലൈവുഡുകളായിരിക്കും അതൊക്കെ. പ്ലൈവുഡിനെ കുറിച്ച് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്ലൈവുഡിൽ MR ഗ്രേഡും 303, അതുപോലെ BWP 710 ഗ്രേഡും അല്ലാതെയുള്ള പ്ലൈവുഡുകൾ പലരും പല പേരിൽ BWR എന്നൊക്കെ അവർ അങ്ങനെയൊക്കെ സ്പെസിഫിക്കേഷൻ ശരിക്കും ഉള്ളതല്ല. അതൊക്കെ കളർ ഡിപ്പിങ് ചെയ്തിട്ട്, അതായത് പ്ലൈവുഡിനെ സാധാരണ ഹാർഡ് വുഡ് അല്ലാത്തത് ചിലപ്പോൾ ഹാർഡ് വുഡ് ആയിട്ടുള്ളതിന് വാട്ടർ പ്രൂഫ് പോലെ ആകുന്നതിന് കാണിക്കുന്നത് അവർ കളറിൽ മുക്കി വാട്ടർ പ്രൂഫ് പ്ലൈവുഡിൻ്റെ കളർ ഒരു ഡാർക്ക് കളർ വരുന്ന രീതിയിൽ അവർ കളർ ഡിപ്പിങ് ചെയ്യും. അപ്പോൾ അങ്ങനെ കളർ ഡിപ്പിങ് ചെയ്തിട്ട് അതിന് വാട്ടർ പ്രൂഫ് പ്ലൈയുടെ അത്രയും വില വരികയില്ലെങ്കിലും കുറഞ്ഞ റേറ്റിൽ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അത് ശരിക്കും നല്ല പ്ലൈവുഡ് ആയിരിക്കില്ല, വ്യാജ പ്ലൈവുഡുകളുടെ കാറ്റഗറിയിൽ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പം ഇങ്ങനെ കളർ ഡിപ്പിംഗ് ആണോ എന്നുള്ളത് നിങ്ങൾ ഈ നിലയ്ക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ ഓയിൽ ബേസ്ഡ് തിന്നർ പോലെയുള്ള കണ്ടൻ്റായിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് പ്ലൈവുഡിൻ്റെ മേലെ ഒന്ന് തുടച്ച് നോക്കിയാൽ നമുക്ക് ആ കളറ് നമ്മുടെ ആ സർഫേസിൽ വരുന്നത് നമുക്ക് ഇളകി വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലൈവുഡുകൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം വാങ്ങാൻ. അതിൻ്റെ സ്വാഭാവികമായിരിക്കുന്ന കളറുകൾ ആണെങ്കിൽ അത് ഒറിജിനൽ പ്ലൈവുഡ് ആയിരിക്കും. അതുപോലെ ഗർജൻ വുഡ് പ്ലൈവുഡുകൾക്ക് വെയിറ്റ് കൂടുതലായിരിക്കും. അതൊക്കെയാണ് ഇതിൻ്റെ തമ്മിലുള്ള ഈ പ്ലൈവുഡുകൾ തമ്മിലുള്ള കാര്യമായ വ്യത്യാസം. അപ്പം പ്രത്യേകിച്ച് അങ്ങനെയുള്ള പ്ലൈവുഡുകളായിരിക്കണം നമ്മൾ വാങ്ങുന്നത്. ഇപ്പം വരുന്ന പ്ലൈവുഡുകളെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ പ്ലൈവുഡിൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന പലതരം ലാമിനേഷൻ ഷീറ്റുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായത്. കണ്ടിട്ടില്ലാത്തവർ അത് ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതാണ്. 21 മെറ്റീരിയലുകളെക്കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഞാൻ തുടർന്നും ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള ലാമിനേഷൻ, പ്രത്യേകിച്ച് ഹൈ ഗ്ലോസി ലാമിനേഷൻ, അതുപോലെ മിറർ ഫിനിഷ് ലാമിനേഷൻ, അക്രലിക് ലാമിനേഷൻ, PVC ലാമിനേഷൻ പോലെയുള്ള ലാമിനേഷനുകൾ പ്ലൈവുഡിൻ്റെ മേലെ ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പ്ലൈവുഡിൻ്റെ സർഫേസ് വളരെ സ്മൂത്തായിരിക്കണം. സർഫേസിൽ ഏതെങ്കിലും തരത്തിലുള്ള അപ്പ് ആൻഡ് ഡൗണുകളോ വേവ്സുകളോ ചെറിയ വളവുകളുണ്ടായാൽ അത് പ്രത്യേകം എടുത്തു കാണിക്കും. അതിൻ്റെ ഷൈനിങ്ങിൽ ആ വേവ്സുകൾ നമുക്ക് ലാമിനേഷൻ ചെയ്തതിന് ശേഷം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വൃത്തികേടായിട്ട് ഫർണിച്ചർ പണി കഴിഞ്ഞപ്പോൾ വാർഡ്രോബ്, കിച്ചണ് പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പം പ്ലൈവുഡുകളിൽ കാലിബ്രേറ്റഡ് പ്ലൈ എന്ന് പറഞ്ഞിട്ട് പ്ലൈവുഡിൻ്റെ സർഫേസ് വളരെ സ്മൂത്തായിട്ട് പ്ലൈവുഡ് മോൾഡ് ചെയ്തതിന് ശേഷം പ്ലൈവുഡിനെ ഒരു പ്രത്യേക രീതിയിൽ ലെവൽ ചെയ്ത് പ്ലെയിനിങ് ചെയ്ത് അതിനെ കാലിബ്രേറ്റഡ് പ്ലൈ ആക്കിയിട്ട് മാറ്റുന്ന ഒരു മെക്കാനിസമാണ്. പ്ലൈവുഡിനാണ് കാലിബ്രേറ്റഡ് പ്ലൈ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്ലൈവുഡ് വാങ്ങുമ്പോൾ ആദ്യം പറഞ്ഞ കളർ ഡിപ്പിംഗ് ഉള്ളത് വാങ്ങരുത്, സോഫ്റ്റ് വുഡിലുള്ള പ്ലൈവുഡ് വാങ്ങരുത്. കാലിബ്രേറ്റഡ് ആയിട്ടുള്ള പ്ലൈവുഡുകൾ പരമാവധി ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല പ്ലൈവുഡുകൾ, നല്ല ഫിനിഷുള്ള ഫർണിച്ചറുകൾ നിർമ്മിക്കാൻ പറ്റുന്ന പ്ലൈവുഡുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് പ്ലൈവുഡുകളെക്കുറിച്ച് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങളിതിൽ ഉപയോഗിക്കുന്ന ലാമിനേഷനുകളെക്കുറിച്ചും ഇതിൻ്റെ ഫിനിഷിങ്ങിനെക്കുറിച്ചും ഗ്ലൂകളെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോകൾ വരും ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടിരുന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ
റിലീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി.